മറ്റൊന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് അനുകൂല നിലപാടെടുത്തതിൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഗീനാകുമാരി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിയമത്തിനും നീതിബോധത്തിനും നിരക്കാത്തതൊന്നും താൻ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഗീനാകുമാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമ്മളിപ്പം അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ വിഷയമൊക്കെ ഉണ്ടായി, അതിന് പിന്നീട് രാത്രിയോടുകൂടി ഗീനാകുമാരിയുടെ ഒരു വിശദീകരണ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിരുന്നു. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഗീന ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താൻ നിയമത്തിനും നീതിബോധത്തിനും ചോട്ടം തട്ടുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ഗീനാകുമാരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും കേസുകൾ താൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ LDF പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ കക്ഷികളായിട്ട് വരുന്നവരുണ്ട്, UDF അല്ലെങ്കിൽ UDF അനുകൂലികൾ, അത് ND അനുകൂലികൾ, ഇങ്ങനെയൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവിടെയൊന്നും താൻ രാഷ്ട്രീയം ഒരു തരത്തിലും കാണിച്ചിട്ടില്ല, പക്ഷപാതത്വം കാണിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു നിലപാട് താൻ എടുക്കുകയുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് ഇത്തരം നടപടി അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ അവർ സ്വാഭാവികമായും വ്യക്തിപരമായി തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് കൂടെ അദ്ദേഹം ഗീനാകുമാരി പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ഗീനാകുമാരി. നേരത്തെ അല്പസമയം മുമ്പ് ശബ്ദം പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു വിരുദ്ധ നടപടിയും തന്നെ പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന പ്രോസിക്യൂട്ടറെ എതിർകക്ഷിയാക്കി ഹൈക്കോടതി സർക്കാർ നിലപാടെടുക്കുമ്പോൾ അത് ഒരു കീഴ്വഴക്കമാകരുത് എന്ന് കാട്ടി ഒരുപക്ഷെ ഗീനാകുമാരി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, VS അനു ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രിയപ്പെട്ട